ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ യേശു ഇന്ന് വായിക്കുന്ന വചനം ദൈവത്തെ പറ്റിയാട്ടോ, യേശുവിനെ പറ്റിയാണ്. നമ്മൾ യേശുവിനെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിനെ പ്രാർത്ഥന. അല്ലാണ്ട് നമ്മൾ ഒരു പണ്ടൊക്കെ ഞാനൊക്കെ സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവിൻ്റെ നമ്മൾ രാജ്യമാരെ ഇങ്ങനെയൊക്കെ ചൊല്ലി പോകുമായിരുന്നു. അതാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ ചോറുണ്ണാവുള്ളൂ. അപ്പം നമുക്ക് അത് തീരണം. അയ്യോ, യാക്കോബറ്റിൻ്റെ സന്ധ്യാപ്രാർത്ഥന എനിക്കാണെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലൊക്കെ പോയി അതിങ്ങനെ തീരാണ്ട് കഴിഞ്ഞ് ചോറും ഉണ്ണാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഇറിറ്റേഷനാണ്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് ചുമ്മാ കട്ടിലിൻ്റെ അവിടെ മുട്ടുമേ നിന്നിട്ട് പിന്നെ യേശുപ്പനോട് വർത്താനം പറയും. ഇവിടുത്തെ വിശേഷം, കടയിലെ വിശേഷം പറയും, മീൻ കടയിലെ വിശേഷം, മക്കളുടെ കാര്യം, അത് ഇത് പിന്നെ അതൊക്കെ കേൾക്കാൻ യേശുമ്പരാൻ വന്നിരിക്കും. പിന്നെ ബൈബിൾ എടുക്കും. യേശുമ്പരാൻ എന്നെ തിരിച്ചു പറഞ്ഞെന്ന് കേൾക്കണ്ടേ, വചനം വായിക്കും. അപ്പോൾ അതിൽ കൂടെ യേശുമ്പരാൻ എന്നോട് സംസാരിക്കണേ. ഇപ്പം നമ്മളത് ആമയും പറഞ്ഞ പ്രത്യാശ, അങ്ങനെ ഒരു ബന്ധം. പിന്നെ നമ്മൾ ഇപ്പോൾ വണ്ടി കയറുമ്പോൾ വണ്ടിയിലെ എപ്പോഴും അതെ, കാറിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവെ അപ്പ സഹായിക്കണേന്ന് പറയും. അപ്പോൾ നമ്മളെ ആ ദൈവം കൊണ്ടുനടക്കണമൊക്കെ എനിക്ക് ശരിക്കും അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, എന്നെ സൃഷ്ടിച്ചേക്കണം എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാനാണ്. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ യേശുവിനെ ഞാൻ പിന്നെ ആണിയടിക്കുക, യേശുവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. യേശു നമ്മൾക്കിടെ പാവങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആണിയടിയും ഒത്തിരി അടിയും തുപ്പും ഒക്കെ കൊണ്ടതാണ്. ഇനിയും നമ്മൾ ആ തുപ്പും എന്നെ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ യേശുവിനെ തന്നെയല്ലേ തുപ്പണേ, യേശുവിൻ്റെ ഉള്ളിൽ വസിക്കുമല്ലേ. അപ്പം നമ്മുടെ ക്യാരക്ടർ മാറ്റി യേശുവിനൊരു സന്തോഷം കൊടുക്കണേ അവസ്ഥയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് തന്നെ പോണത്. അതിന് വേണ്ടി ഞാൻ നന്നാകാനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇന്ന് വായിക്കണ വചനം അത് തന്നെയാണ്. ഹീബ്രു 11:27. ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തെ കണ്ടതുപോലെ ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഞാനങ്ങനെയാട്ടോ. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, വിശ്വാസത്താൽ ഞാൻ ദൈവത്തെ കാണുക. എനിക്കറിയാട്ടോ എന്നെ വഴി നടത്തുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മഹാത്ഭുതമായിട്ട് എന്നെ കൊണ്ടുനടന്ന് ഒരാപത്തും ഇല്ലാണ്ട് എൻ്റെ കുടുംബവും എൻ്റെ മക്കളെയും എല്ലാവരെയും കൊണ്ടുനടക്കണ ഒരു യേശുവിനെ എനിക്കറിയാം. ആ യേശു ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ട് നോക്കണ്ട. ഇന്ന് എന്നോട് താഴെ വന്നിട്ട് ഒരു ഹിന്ദു പറയുക, ഒരു ഹിന്ദു കൊച്ചു ഒരു ജാതി പറഞ്ഞാൽ കേട്ടോ, ഞാൻ അതിന് നെറ്റിയ പൊട്ടൻ്റെ കൂടെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടുമായിട്ടാണ് വന്നത്. ഞാൻ ഹിന്ദു ആട്ടോ മാം, പക്ഷെ ഞാൻ എല്ലാ ആമയും പറഞ്ഞ് ഏറ്റെടുക്കണ്ടെന്ന് യേശു. അപ്പം ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, അത്രയും അത് പറഞ്ഞത്. അപ്പോൾ ആ യേശു എന്ന് പറയണതിന് ഒരു ജാതിയുടെ പേരിൽ മാറ്റി നിർത്തണ്ട. നിങ്ങൾക്ക് അനുഗ്രഹത്തിന് തടസ്സമാവും. നമുക്ക് അനുഗ്രഹം വേണ്ട ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ യേശുവിൻ്റെ എടുത്തിട്ടാണോ പോണേ? യേശുവാണ് പിതാവായ ദൈവത്തിൻ്റെ മകൻ എന്നറിയാൻ പാടില്ല. എന്നാലും ഒരു ദൈവം ഉണ്ടല്ലോ, ഒന്നും അറിയാൻ പാടുള്ളൂ. യേശുവിനെ ഒന്ന് പഠിച്ചാൽ മതി, മതമൊന്നും മാറണ്ട. അപ്പോൾ ഇന്നത്തെ ആ ഗീവവേയുടെ കാര്യമൂടെ പറയട്ടെ. അപ്പോൾ നിങ്ങൾ രേവതി വെഡിങ് കളക്ഷൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചറുണ്ട്, കിട്ടും. 1000 രൂപയുടെ ഇഷ്ടമുള്ള എടുക്കാം. 3 ഇതിൽ തരും കേട്ടോ. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഈ സെയിം പോലെ അതിന് നമുക്ക് ഡയമണ്ട് റിങ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഓരോന്നിനും കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ ഇപ്പോൾ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഫേഷ്യൽ എല്ലാത്തിനും, മുടിക്ക് മാത്രം 15%. എല്ലാ ഓഫറുകളും സ്വീകരിക്കുക. രേവതിയോടൊപ്പം നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാം. ഇന്നത്തെ ഞാൻ ഇതിട്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ടിഷ്യൂ ബനാറസിൻ്റെ പുതിയത് ഇറങ്ങുന്ന ഓർത്തു. അപ്പോൾ ഞാൻ ഈ സെറ്റും വന്നു റീസ്റ്റോക്ക്. എന്ത് ചെയ്യും? അപ്പോൾ ഇന്ന് ഇതായിട്ട് റീസ്റ്റോക്ക് വന്ന് ഈ സെറ്റായിട്ട് എന്ത് ചെയ്യാം? അടുത്ത ദിവസം ഇനി ഇതിൻ്റെ വേറെയൊക്കെ ഡിസൈനുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര മൂവിങ്. അപ്പോൾ അടുത്ത ദിവസം ഈ ടിഷ്യൂ ബനാറസിൻ്റെ ഇടാം. പിന്നെ ഞാൻ ഇടുന്ന കളർ തന്നെ ചോദിക്കരുത്. അപ്പോൾ ഞാൻ തിരുവിരുന്ന സെറ്റാട്ടോ കളറിട്ട്. എനിക്കൊന്നത് ഇല്ലാത്ത കളർ, ഈ കളർ ഇല്ല. ഇനി എനിക്ക് പറഞ്ഞാൽ ഞാൻ ഈ കളർ എടുക്കും. എനിക്കിപ്പോൾ എത്രയോ 4 or 5 ആയി ടിഷ്യൂ ബനാറസ്. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇടുമ്പേ നല്ലൊരു ഗെറ്റപ്പാട്ടോ, എനിക്ക് ചേരും. എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ ഒരു ഫങ്ഷനൊക്കെ നമുക്കിടാൻ ഒരു ചുരിദാറാക്കി എനിക്ക് വേണേൽ ടിഷ്യൂ ബനാറസിൻ്റെ ഒരു ചെറിയൊരു ബും ലുക്കുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് ടിഷ്യൂ ബനാറസ്. ഞാൻ ഈ ടിഷ്യൂ ബനാറസ് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ച് നമുക്ക് വരുത്തുന്ന 2399 ഉള്ളൂ. അടിപൊളി കളർ. ഇതിൻ്റെ ഇച്ചിരി വ്യത്യാസമല്ലേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത കളറിന്, അല്ലേ? ഇച്ചിരി വ്യത്യാസമുള്ളൂ. ഫോട്ടോ എടുത്തില്ലേ? അടിയിൽ ദാമനിലിങ്ങനെ വർക്കുണ്ട്. ഈ വർക്ക് അടിയിൽ ഇങ്ങനെ ഈ തവണ ഞാൻ തയ്ച്ചതിന് ഇത്രയും വീതിയുള്ളതാട്ടോ. നല്ല ഗെറ്റപ്പുണ്ടേ. ഞാൻ സാധ്യമൊക്കെ അടിച്ചത് ഞാൻ വീതി കുറഞ്ഞായിരുന്നു, പക്ഷേ ഇച്ചിരി വീതി വന്നപ്പോൾ ആട്ടോ അതിന് ഗെറ്റപ്പ്. ഞാൻ ഇന്നും അവരോട് അതിൻ്റെ പടയുണ്ടാക്കും, എനിക്ക് വീതി കുറഞ്ഞത് മതിയെന്ന്.
പക്ഷെ ഇത്രയും വീതി വന്നപ്പോഴാണ് ആ ഗെറ്റപ്പ് വന്നത്. ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ടൂർ പോയപ്പോൾ ഇട്ടേക്കണത് കണ്ടായിരുന്നോ? എല്ലാത്തിനും ഇട്ടായിരുന്നല്ലോ. ചുമ്മാ ടൂർ എങ്ങോടാ, ടൂറൊന്നും അല്ല, എറണാകുളം വരെ ഒന്ന് പോയി, ഫോറമാളിൽ പോയി കുറച്ചേരം ഇരുന്നു. എന്നിട്ട് കുമ്പളങ്ങി പോയി, സ്വർഗോ അവിടെ പോയി, പിന്നെ എങ്ങാണ്ട ഓളം, പനങ്ങാട് ഓളം രസമാട്ടോ. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പോയി എല്ലായിടത്തും ഫുഡ് കഴിച്ചു കേട്ടോ. അതിന് പിന്നെ ഒരു കുറവുമില്ല. ഇത് നല്ലൊരു ഉനിയൻ കളറിൻ്റെ ഒരു പേസ്റ്റ് ചാട്ട്. എല്ലാ കളേഴ്സും ഭയങ്കര ഗ്രാൻഡാട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. ഈ തവണ ഇത് നമുക്ക് ഏറ്റവും അധികം വിൽക്കണ സാധനം ഇപ്പം. കാരണം ഒരു ഓടിപ്പം എല്ലാവരും ഫങ്ഷന്, പിന്നെ നമ്മൾ ഫങ്ഷൻ വെയർ കുർത്ത ചോദിക്കും. ഫങ്ഷൻ വെയർ കുർത്ത എന്ന് പറയുമ്പോൾ ഒരു 4000-5000 രൂപയുടെ കുർത്തയൊക്കെ എടുത്താലാണ്. അതെന്നാ വെച്ചാൽ ഞാൻ എടുക്കണുണ്ട്, എനിക്ക് ടെൻഷൻ എപ്പോഴും അതിൻ്റെ എല്ലാ സൈസും പെട്ടെന്ന് വിറ്റ് തീർന്നില്ല എങ്കിലേ ചുരിദാറിൻ്റെ സ്റ്റോക്ക് ആവൂല. അതാണ് പ്രോബ്ലം. കാശ് ഒത്തിരി ഇറങ്ങാനുള്ള സൈസുകളെല്ലാം ഒരേ പാറ്റേൺ തന്നെ. ഈ കളർ തന്നെ M മുതൽ 3X വരെ എടുക്കുമ്പോൾ ഈ ഒരു കളർ തന്നെ 5-6 ആവൂലേ. അങ്ങനെയാണ് അതിൻ്റെ കുർത്തയുടെ പരിപാടി. കണ്ട, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, നല്ലൊരു ഗോൾഡൻ കളറ്, അടിപൊളിയാണ്. സൂപ്പറാട്ടോ. നല്ലൊരു ബ്രിക്ക് കളറ്. ഈ കളർ എനിക്കില്ല, എല്ലാ കളറും ഇപ്പോൾ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇപ്പോൾ ഒരു 4-5 എണ്ണമായി. ബനാറസ് സാരി, ബനാറസ് ചുരിദാറും എൻ്റെ ഒരു ക്രേസാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കണത് ഇടാൻ ഭയങ്കര സുഖമാട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ്? 4-5 ആമത്തെ തവണയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. നല്ല സൂപ്പറാണ്. 2599. പെട്ടെന്ന് എടുത്തോ. 2599. നല്ല കൂളിങ്ങുമാണ്. പ്രിൻ്റ് സിൽക്ക്, മൊഡാൽ സിൽക്ക് അല്ലേ ഇത്? മൊഡാലാട്ടോ. ആ ഇടണേ ആ സുഖമുണ്ട് കേട്ടോ. ഭയങ്കര ഗ്ലോ ഉള്ള മൊഡാലല്ല. അതിന് 4000 വരാറില്ലേ, 3000-4000. ഇത് പക്ഷേ ഇച്ചിരി മിക്സിങ് ഉള്ള മൊഡാലാണ്. കോട്ടൺ മിക്സിങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സൂപ്പറാണ്. ലിനൻ പോലെയൊക്കെ മിക്സിങ്, ഗ്രാൻഡ് സാധനം. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. ഈ വിലയ്ക്ക് ഇതൊരു അസറ്റാട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ദുഃഖിക്കേണ്ടി വരില്ല ഇത് എടുത്തതിന്. കാരണം ഞാൻ എവിടെ ഇതിട്ടാലും ചോദിക്കും ആൾക്കാർ. അങ്ങനെയാണ് പിന്നെയും റീസ്റ്റോക്ക് എടുക്കുന്നത്. എല്ലാ ഇതിൽ വന്നത് ഇങ്ങനെ തന്നെ സെയിമാണ് വന്നെ. ഈ കോട്ടൺ ബോട്ടറാട്ടോ. പിന്നെ കളർ ചാർട്ട് വന്നില്ല. റെഡ് ബ്ലാക്ക് ഇങ്ങനെ തന്നെയാണ് എല്ലാ തവണയും വന്നത്. മറ്റേ ഡിസൈൻ ഇങ്ങനെ സെയിം ഉള്ളത് കാണിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചാൽ മതിയായിരിക്കും. പെട്ടെന്ന് എടുത്തോട്ടെ. ഒത്തിരി ഡിസൈൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തോ. കാരണം ഷോപ്പിലും ഇപ്പം നല്ല തിരക്കാം. യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോൾ എല്ലാം എന്താ നല്ല പാടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർ നടത്തിയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആ പൈസ തീർക്കുക, അങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല സുഖമാണ്. നമ്മളവർക്ക് നമ്മുടെ കയ്യിൽ വേണ്ട പൈസ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ എന്തോരം റോളിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തണം. പിന്നെ അങ്ങനെ പുറകോർക്കാനില്ല. ദൈവം റോൾ ചെയ്യാനായാലും എന്തായാലും ദൈവം ബിസിനസ് തന്നാലും നമ്മൾ ജീവിച്ചു പോകണല്ലേ. ഇത് ഹാൻഡ് വർക്കാട്ടോ. നല്ലൊരു ഹാൻഡ് വർക്ക്, നല്ല തിക്കായിട്ടുണ്ട്. ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാട്ടോ.
ഓർഗൻസ സിൽക്ക് പോലെ ഇരിക്കും. അതിൻ്റെ ഷോള് പ്രിൻ്റഡ് ഇങ്ങനെ നല്ലൊരു സെറ്റാണ്. നമുക്കൊരു ഫങ്ഷൻ വെയറിന് നല്ല സെറ്റാണ്. ഒരു പ്രീമിയം സെറ്റാണ്. ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. 1990 1990 നല്ല സെറ്റാട്ടോ. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടം കേട്ടോ. ബോട്ടം ഒരു പ്ലെയിൻ ബോട്ടം, നല്ല കളർ ചാർട്ടും കേട്ടോ. ഇപ്പോൾ ഒത്തിരി പേര് പ്രായം ചെന്നവരെ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു സാരി മാറി ചുരിദാറിലേക്ക്. പിന്നെ അങ്ങനെ ചുരിദാറാകുമ്പോൾ ഓടിച്ചൊരു ചെറിയ ഫങ്ഷനൊക്കെ, മെയിൻ ഫങ്ഷനൊക്കെ സാരി, അല്ലാണ്ട് ചുരിദാറാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാമല്ലോ. ഞാൻ നോക്കിയിട്ടതാ. സാരി നല്ലതൊക്കെയാണ്, പക്ഷെ ഇങ്ങനെ കാശ് മുടക്കിയിട്ട് ഉടുക്കണില്ലാത്തതാണ് പ്രോബ്ലം. എന്നോർത്ത് നമുക്ക് സാരി ഉടുക്കുമ്പോൾ കിട്ടുന്ന ലുക്കൊന്നും വേറെ ഒന്നും കൊടുത്താൽ കിട്ടില്ല കേട്ടോ. വണ്ണം കുറവ് നിൽക്കുന്ന ചുരിദാറിടുമ്പോൾ കേട്ടോ ഞാനൊക്കെ. നല്ല ഗ്രീൻ, ഇത്രയും വരെയുള്ളൂ കേട്ടോ. നല്ല സെറ്റാട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് കാണിക്കണേ, ആദ്യമായിട്ട് കാണിക്കുക. അത് കാരണം ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് തീരും. യേശുവിൻ്റെ കൃപയെ പെട്ടെന്ന് തീരട്ടെ. ഇനിയുണ്ടോ കളേഴ്സ്? ഒരു സെറ്റ് ഇറക്കിയ ദൂരം കളേഴ്സ് അവരിടണേ. പിന്നെ അപ്പോൾ ഇനി കാണിക്കണ സെറ്റും നമ്മൾ ഒരു സിൽക്ക് ഐറ്റം ആട്ടോ. ക്രിസ്പി സിൽക്ക് ആണോ എന്ന് വെച്ചാൽ ആണ്, അല്ലാന്ന് വെച്ചാൽ അല്ല. അതുപോലത്തെ ഒരു സിൽക്കാണ്. പക്ഷെ സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്പിയുടെ കുടുംബത്തിൽ ജനിച്ചതാണ്. ഇത് താഴത്തായിട്ടാട്ടോ ഞാനിങ്ങനെ യോക്ക് ഇങ്ങനെ വെക്കുക. ദാമനിലാണ്. ഇപ്പം എല്ലാവർക്കും അങ്ങനെയല്ലേ, വേണമെങ്കിൽ യോക്കിലും കൊടുക്കാം കേട്ടോ. ക്രേപ്പ് ഷോള് നല്ല സെറ്റ്. 1599 1599. ഇത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കാരണം പെട്ടെന്ന് എടുത്തോ കേട്ടോ. നല്ല സെറ്റാണ്. എനിക്കിതിൻ്റെ ഇപ്പോൾ 2-3 എനിക്കുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്പിയുടെ ഇടുമ്പോൾ ഒരു ബും ലുക്കും തോന്നിക്കും. നല്ലതാണ്. ഇതിങ്ങനെ പാനിൽ താഴ്ത്തായിട്ട് കേട്ടോ. ഇതിങ്ങനെ വന്നേക്കണം. ഇതിവിടെ മടക്കി ഇറക്കമുണ്ട് കേട്ടോ. ലെങ്ത് ഉണ്ട്. ഇതിങ്ങനെ അതേപോലെ ആ ഷോൾ രണ്ടും ഉണ്ട്. ഏതെങ്കിലുമൊക്കെ കിട്ടണ ഇഷ്ടപ്പെടുന്നവരെടുത്തു. യോക്കിൽ വേണ്ടവർക്ക് യോക്കിലെടുക്കാം. നല്ല സെറ്റാണ്. ഈ വിലയ്ക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ഫങ്ഷൻ ഇങ്ങനെ പ്രസൻറ്റ് കൊടുക്കണമെങ്കിലൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ്. മിക്സിങ് അല്ല. ക്രിസ്പി സിൽക്കിൻ്റെയൊക്കെ സെയിം ക്രിസ്പി ലുക്ക് പോലെയല്ല. ക്രിസ്പിയിൽ ആ കുടുംബത്തിൽ ജനിച്ച സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പക്ഷേ അതിൻ്റെ ഉയ്യോ എല്ലാം ഇങ്ങനെയാണോ? റോസും ഇങ്ങനെയല്ലേ? 2 ടൈപ്പ് ഉണ്ട് എല്ലാം. ഇനി ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ട് അല്ലാണ്ടും കാണിക്കാം. ഒരു കളർ എടുത്ത് കാണിക്കാം. എന്നിട്ട് അതിൻ്റെ പാനിൽ ഇങ്ങനെ ചുമ്മാ കണ്ടാൽ പോരെ. അതേ ക്രിസ്മസും നല്ല റെഡ്. അടിപൊളി. എനിക്ക് റെഡ് ചുരിദാറുണ്ടോ നിങ്ങൾക്ക് കാണാനില്ല. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്ത് തയ്ച്ചെങ്കിൽ ചിലത് കുറേ ദിവസം കാണാണ്ട് പോകും. കണ്ടു കിട്ടിയ ബോട്ടോ ഷോളും കാണില്ല. എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടപ്പാടാണ്. അടിപൊളി അടിപൊളി. ഇതിങ്ങനെ കേട്ടോ. റെഡ് തന്നെയല്ലേ? ഡിസൈൻ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് എടുത്തു. റെഡിന് അടിയായിരിക്കും. അത് കാരണം റെഡ് ആണെങ്കിലും നടുക്കേക്കടെ ഈ യോക്കുറക്കും ഇതൊക്കെ ഉള്ളപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഗ്രാൻഡ്. ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആട്ടോ ഫുള്ള്. ബാക്ക് ഒന്ന് കാണിച്ചേക്കാം. ബാക്ക് ഇങ്ങനെ മൊത്തം ഒരേ പ്രിൻ്റാട്ടോ. നല്ല സെറ്റാട്ടോ. ഒറിജിനൽ ക്രേപ്പ് ഷോളും നീളമുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കണോ? നീളം വെച്ചില്ലോ. അല്ല ഇതിങ്ങനെ പിടിക്കുന്ന ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ?
ഒരെണ്ണം ഇവിടെ എത്തിയതല്ലേ ഇവിടെ ഇരിക്കാൻ പോട്ട പയ്യ എനിക്ക് പറ്റൂല ചിരിക്കാൻ. കൊച്ചിനെ എളി വെച്ചോണ്ട് കൊച്ചിനെ നോക്കിയെന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കാൻ പോട്ടെ. ഞാൻ എന്നിട്ട് ഓർക്കും എവിടെ പോയി പോട്ടെ. ക്രിസ്മസ് ഒക്കെ എവിടെ വരെ? ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ് നാളെ YWCA. ഇവർ വേർക്കും കടയിലായിരിക്കുന്നേ. കടയിലൊക്കെ അവരാ പ്ലാൻ ചെയ്യണം. എന്നിട്ട് തലേദിവസം പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞാൻ കൂടിയില്ല, ഞാൻ അതിനെ കാണിച്ചില്ല. എപ്പോഴും എന്തേലും കുറ്റം എൻ്റെ വിടലേക്ക് വയ്ക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നിനും വെളിവില്ലാണ്ടായി. ഇല്ല, വെളിവുണ്ട്, നമ്മളങ്ങനെ നാക്കി പറയരുത്. 1599 ആട്ടോ. സൂപ്പർ സംഭവം ആട്ടോ. ക്രിസ്പിയുടെ മെറ്റീരിയൽ തന്നെ വില കൂടുതലാണ്. ഇതിൻ്റെ അരികെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കൈയുടെ അരികത്തൊക്കെ ഇത് വെക്കാട്ടോ. ഒരു ചെറിയുണ്ട് കേട്ടോ. ഇത് സ്റ്റാൻഡേർഡ് കണ്ടോ, എല്ലാത്തിനും അതുണ്ട്. ഇത് ഗ്രാൻഡാ. ഇപ്പം കഴുത്ത് വീനക്കൊക്കെ വെച്ചാൽ ഈ വർക്ക് നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? വീലിങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കയ്യിലും. അത് ഞാൻ കണ്ടില്ല. നമ്മുടെ കോട്ട ഈ സെയിം കളർ എനിക്കുള്ളൂ. സിൽക്കി കോട്ട ബോട്ട് ചെയ്ത് നല്ല വർക്ക് കേട്ടോ. നിറച്ച് വർക്കുണ്ടേ. 1499. അടിപൊളി നിറച്ച് വർക്ക്. ദേ സിൽക്കി കോട്ടയല്ല കേട്ടോ. അല്ല, ഇച്ചിരിയുടെ വേറൊരു മെറ്റീരിയൽ അല്ലേ? ഇച്ചിരി കൂടിയ കോട്ട. സിൽക്കി കോട്ടയാണെങ്കിൽ ഈ വില വരില്ല. പിടിച്ചിട്ടും ഇങ്ങനെ കൂടിയ കോട്ടയാട്ടോ. മെറ്റീരിയൽ നോക്ക്. നിറച്ച് ലക്നൗ വർക്ക് ഇഷ്ടം പോലെയുണ്ട്. സൂപ്പർ ഹിറ്റാണ്. 1499 ഉള്ളൂ അല്ലേ? ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും കൊടുക്കാനും നിങ്ങൾക്ക് എടുക്കാനും ഒക്കെ നല്ല ലൈലാക്കല്ലേ? എനിക്ക് ലൈലാക്കാണെങ്കിൽ ഒരു വലിയ ഇഷ്ടമാണ്. ഫോട്ടം വരാത്തതാണ് ഞാൻ എന്ത് പിരിഞ്ഞെടുക്കും. പെട്ടെന്ന് എടുത്തോട്ടോ. അടിപൊളിയാണ്. 1499 ഉള്ളൂ. നല്ല മെറ്റീരിയൽ ആട്ടോ. നല്ല മറ്റേ തെന്നും ഇതങ്ങനത്തെ അല്ല കേട്ടോ. ഗ്രാൻഡാണ്. അതുമല്ല ഷോളയിലൊക്കെ വർക്ക് നോക്കി. ഈ വസ്തു ഇങ്ങനെ വർക്ക് 2 വശവും ഷോളെ വർക്കുണ്ട് കേട്ടോ. എല്ലാ സെറ്റിനും 2 വശവും ഷോളെ വർക്കുണ്ട്. അത് വലിയ സംഭവം തന്നെയാണ്. 1499 വിലയുള്ളൂ. കുറേ നല്ല സെറ്റാട്ടോ. പെട്ടെന്ന് എടുത്തോ. ചുരിദാർ സെറ്റും നിങ്ങളൊന്ന് കടയിൽ നോക്കിക്കേ. നമുക്ക് എന്ത് പാടാം നല്ല സെറ്റ് കിട്ടാന്ന്. ഇതുപോലെ പുതിയ ഫാഷനും. ഇത് നമ്മുടെ മൊഡാലിൻ്റെ സെമിയാട്ടോ. അടിയിൽ ഇങ്ങനെ ചെറിയ വർക്കുണ്ട്. മൊഡാലിൻ്റെ സെമിയാണ്. ബാത്തിക് പ്രിൻറ്റിലെ മൊഡാൽ, സെമി മൊഡാൽ. ഷോളൊക്കെ ചെറിയ വർക്കൊക്കെ ഉണ്ട്. ബോട്ട ഇങ്ങനെ 1399 ആട്ടോ. 1399 സെമിയാണ്. അത് കാരണം തീ ചൂടുത്തുകൊണ്ടേ തേക്കരുത്. ബാക്ക് ഇങ്ങനെ പ്രിൻറ്റും ബാക്കും സെയിം പ്രിൻറ്റ്. ഭയങ്കര ചൂടത്തുകൊണ്ടേ തേച്ചിട്ട് അയ്യോ നിങ്ങളുടെ തുണിക്ക് ക്വാളിറ്റി ഇല്ല, ഇങ്ങനെ വലിച്ചപ്പോൾ കീറി. ഏത് തുണിയും വലിച്ചു പിടിച്ചിട്ടാണ് ഈ പ്രിൻ്റെല്ലാം അടിക്കുന്നത്. ബാത്തിക്കല്ലേ എല്ലാ പ്രിൻറ്റും ഭയങ്കരമായിട്ട് വലിച്ചു പിടിക്കാണ്ടൊന്നും ഒരു തുണിയാലും ഈ പ്രിൻ്റൊന്നും അടിക്കൂല. ചൂടത്തുകൊണ്ടേ തേച്ചിട്ട് ഒരു കാര്യവുമില്ല. എംബ്രോയ്ഡറി അടിക്കണ തുണി അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരിക്കും. എംബ്രോയ്ഡറി അടിക്കണ ഫ്രെയിമൊക്കെ ആയിരുന്നെങ്കിൽ കമ്പ്യൂട്ടർ ഫ്രെയിം ആയാലും എംബ്രോയ്ഡറി ആയാൽ പോലും വലിച്ചു പിടിക്കണ്ടേ. നല്ല റെഡിഷ് മെറൂൺ കേട്ടോ. സൂപ്പറാണ്. എല്ലാ കളേഴ്സും സൂപ്പറാട്ടോ. പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ വെബ്സൈറ്റിൽ എടുത്തോ. പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാം. അല്ലെങ്കിൽ 4 പേര് ഓൺലൈനിലുണ്ട്. അവരുടെ ഇതിലേക്ക് ഇടുക, സ്ക്രീൻഷോട്ട് എടുത്തിടുക. അവർ മെസ്സേജിന് മറുപടി പറയും. എങ്ങനെയായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇട്ടിട്ട് വെബ്സൈറ്റിലാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട. മുന്തിരി കളർ അടിപൊളിയാണ്. സൂപ്പറാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ. എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാം സൂപ്പറാണ്.
നല്ല കളേഴ്സ് അല്ലേ. ഇനി നമ്മൾ കാണുന്നത് അതൊരു സിൽക്ക് സെറ്റാട്ടോ. വൈറ്റ് ലക്നോയി വർക്ക്, ഒരു ബ്ലൂമിങ് സോഫ്റ്റ് സിൽക്കിൻ്റെയാണ്. ലക്നോയി വർക്ക് നന്നായിട്ടുണ്ട്. ഷോളൊക്കെ ഗ്രാൻഡാട്ടോ. ഒരു കോട്ടൺ ബോട്ടമാണ്. എത്രയാണ്? 1190 ഉള്ളൂ കേട്ടോ. നമുക്കിടാനും പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. രണ്ട് വശത്തും ഷോളെ സ്കാലപ്പും ഉണ്ട്, ഉള്ള നിറച്ച് വർക്കും ഉണ്ട്. ദേ കണ്ടോ, ലെങ്തും ഉണ്ട് കേട്ടോ. ലെങ്ത് ഉള്ള കാരണമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ലെങ്ത് പറയാത്തത്. എല്ലാം തന്നെ ഒരു 47 ചെറുപ്പത്തിലൊക്കെ തയ്ക്കാൻ പാകത്തിനാണ്. നല്ല ഒരു ലൈലാക്ക് കളറ്, കളർ ചാർട്ടും നല്ലതാട്ടോ. പെട്ടെന്ന് എടുത്തോ. പുറകിൽ ഗ്രീൻ, നല്ല സെറ്റല്ലേ കാണിക്കണേ. അപ്പോൾ പെട്ടെന്ന് കടയിൽ വരുന്നവർ കടയിൽ വന്ന് എടുക്കുക, അല്ലാത്തവർ ഓൺലൈനിൽ എടുക്കുക. കടയിൽ വരുവാണെങ്കിൽ പിന്നെ ചുരിദാറിൻ്റെ കൂടെ ഒരു കുർത്തയും എന്തെങ്കിലുമൊക്കെ കൂടുതൽ എടുക്കാമല്ലോ. ഓൺലൈനിൽ എടുക്കുമ്പോൾ ഇത് മാത്രമല്ലേ എടുക്കുള്ളൂ. റണ്ണിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ കടയിൽ തന്നെ ഇഷ്ടം. കടയിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതലെടുക്കും. അപ്പോൾ മറക്കരുത്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡ്ഡിങ് കളക്ഷൻ, രേവതി ബ്യൂട്ടി പാർലർ, രേവതി ടൈലറിങ്. എൻ്റെ ചുരിദാറെല്ലാം നമ്മുടെ കടയിൽ തയ്ക്കുന്നതാണ്. നല്ല പെർഫെക്റ്റ്. എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കും എവിടെയാണ് തയ്ക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് കിട്ടും. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയിട്ടാട്ടോ അവരെ കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ രേവതിയോടൊപ്പം ആകട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.